യശോദേ, യശോദേ, ഇവിടെ ആരുമില്ലേ? ഇന്നിവിടെ വരും വന്നിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേ? വന്നിരുന്നു. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ബഹളം എന്തെങ്കിലും? ഏയ്, എന്ത് ബഹളം? അല്ല എടാ, അതിനാരാ ഇവിടെ ബഹളം വെക്കുന്നേ? അല്ല, അപ്പുറത്തെ മേനോൻ ചേട്ടൻ പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ ബഹളം കെട്ടായി തോന്നിയെന്ന്. ആ അതോ, അത് പ്രിയങ്കയും രാധികയും വരണും കൂടിയാ ഇങ്ങോട്ട് വന്നത്. എടാ, അവര് പിള്ളേരല്ലേ. ഓ, എന്തായിരുന്നു ഇവിടെ ചിരിയും ബഹളവും ഓട്ടവും പാച്ചിലും ഒക്കെ. ഓ, അതായിരുന്നു കാര്യം. ആ മേനോൻ അയൽപ്പക്കത്തേക്ക് ചെവി തിരിച്ചു വെക്കുന്നത് ഇത്തിരി കൂടുതലാണ്. അയാള് കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. അയാളുടെ ചോദ്യങ്ങൾ കേട്ടപ്പോ ഞാനങ്ങ് ഭയന്നുപോയി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? കൊരഞ്ഞും ബഹളം വെച്ചും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ യശോദേ, മോനെ, ദാ വരുന്നു. ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? പൂജാമുറി ആരാ ഈ കോലത്തിലാക്കിയത്? ഓ അതോ, അത് ഞാൻ പറഞ്ഞില്ലേ, അവളുമാരുടെ ഓട്ടവും ചാട്ടവും ഒക്കെ. അതിനിടയ്ക്ക് എന്തോ കുസൃതി ഒപ്പിച്ചിട്ട് പ്രിയങ്ക കയറി ഇതിനകത്ത് ഒളിച്ചിരുന്നു. ഇതിനകത്തോ? ആ പിന്നെ ഇവിടുന്ന് അവര് രണ്ടുപേരും പ്രിയങ്ക വലിച്ചെടുക്കുകയും ബഹളം ഒക്കെ ആയിരുന്നു. ആ പിന്നെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ടേനെ. ഞാനും ശ്രദ്ധിച്ചില്ല ദേവേട്ട. ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാം. ആ ഞാൻ എന്തായാലും പിള്ളേരൊന്ന് വിളിക്കട്ടെ. എന്തിന്? ഇത് വേണ്ട. അവരിവിടെ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഒന്ന് വിളിച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കിക്കളെ. അവരെന്തോ പുറത്തു പോകുന്നെന്നും പറഞ്ഞാ ഇവിടുന്ന് പോയത്. ഇനിയിപ്പോ അതിനിടയിൽ വിളിച്ചു ചോദിക്കാനൊന്നും നിക്കണ്ട. നാളെ ഇപ്പോ യശോദ അങ്ങോട്ട് വിളിക്കുമല്ലോ. അത് മതി ദേവേട്ട. അല്ലെങ്കിൽ ഇനിയിപ്പോ അവര് പുറത്തെങ്ങാനും നടക്കുന്നതിന് നമ്മൾ ടെൻഷനായിട്ടാന്ന് വിചാരിക്കും. വന്നു പോയി എന്നറിഞ്ഞപ്പോ കാണാൻ പറ്റത്തില്ലൊരു സങ്കടം ഉണ്ടേ. ആ, താൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ശരിയാക്കിട്ട് വാ. മുത്തശ്ശി, ഞാൻ പോവോ? ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് ഈ കുടുംബത്തിനും ആറ്റവും ശരിക്കും കുഴപ്പമാണ്. എല്ലാവരുടെയും മുമ്പിൽ എനിക്കങ്ങനെ ഒരു കുഴപ്പക്കാരനാവാൻ വയ്യ. മുത്തശ്ശി ഞാൻ അനുഗ്രഹിക്കണം.
വരുണോട് ഞാൻ തുറന്നു പറഞ്ഞു. ആ പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് എന്റെ ഉള്ളിലുള്ളത്. എല്ലാം അവസാനിപ്പിച്ച് വിളിച്ചപ്പോ ഞാൻ കൂടെ പോരുമായിരുന്നു. പക്ഷെ അച്ഛനെ കുറിച്ച് ആലോചിച്ചപ്പോ അച്ഛന്റെ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിന്റെ കൈ പിടിച്ച് ഒന്നിച്ചു നടന്നു വരുമായിരുന്നു. ഇനി ഞാൻ എത്ര നാളാ കാത്തിരിക്കേണ്ടത്? എങ്ങനെയാ കാത്തിരിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരൂ എനിക്ക്. അല്ലെങ്കിൽ എന്റെ ഉള്ളില് വരുണോടുള്ള ഇഷ്ടം നിറഞ്ഞു നിൽക്കുമ്പോ തന്നെ എന്നെ അങ്ങ് വിളിക്കാൻ പറ്റുമോ?